നമ്മുടെ ചുറ്റുപാടും കാണുന്ന വയലൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കേണൽ രാജീവ് മണാലി, പട്ടം SUT ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇന്ന് നമ്മൾ പത്രം തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ വളരെ ഖിന്നരാക്കുന്ന സംഭവങ്ങളാണ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നത്. അച്ഛൻ മകനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവും വേറെ പലരും ചേർന്ന് ഭാര്യയെ കൊല്ലുന്നു. ഇതാണ് നിത്യേന എന്നുള്ളത് നമ്മൾ കാണുന്നത്. പിന്നെ കൂടത്തായിയും ഗ്രീഷ്മയും അങ്ങനെ പലരും നമ്മുടെ കൺമുമ്പിൽ വന്നു പോകുന്നു. ഇതെന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണോ കുഴപ്പം, അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം, ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ, എന്താണ് ചെയ്യേണ്ടത്, സമൂഹത്തിന് എന്ത് ഇടപെടലുകൾ ഇതിൽ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എവിടെയാണ് പ്രശ്നം? നമ്മുടെ മാധ്യമങ്ങളാണോ, അതോ നമ്മൾ കാണുന്ന സിനിമകളും സീരിയലുകളുമാണോ, അതോ നമ്മുടെ കുട്ടികൾ ഇന്ന് ഈ മൊബൈലും അതുപോലെ ഐഫോണും ഐപാഡും ഒക്കെ യൂസ് ചെയ്യുന്നതിന് അതിൻ്റെ മുന്നിൽ ഇന്ന് കണ്ടു കൂട്ടുന്ന പലവിധങ്ങളായുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആണോ പ്രശ്നം? ആ പ്രശ്നം എവിടെയാണെന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അതിനുള്ള പ്രതിവിധികളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി ഈ പ്രശ്നം നമുക്ക് സമൂഹത്തിന് മാനസിക ആരോഗ്യം കുറഞ്ഞു വരികയാണ്. നമ്മൾ വേറെ പല പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കേരള മോഡൽ, ഹെൽത്ത് കെയർ മോഡൽ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മാനസികാരോഗ്യത്തിനെക്കുറിച്ച് നമ്മൾ വേണ്ടവണ്ണം ആലോചിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മാനസിക ആശുപത്രികളുണ്ട്, അതുമാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ മാനസിക ആരോഗ്യത്തിൻ്റെ വേണ്ടി എന്തൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ ആശാ കേന്ദ്രങ്ങളുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, താഴെത്തട്ടിൽ വേരൂന്നി നിൽക്കുന്ന നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റമുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആ തലത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ മാനസിക ആരോഗ്യ പ്രവർത്തകരെയും കൂടി നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ട്രെയിൻ ചെയ്ത് അവരെ ഈ മേഖലകളിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മാനസികാരോഗ്യം അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായിട്ട് കണ്ട് അതിനു വേണ്ട സംഗതികൾ നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിൽ ആർട്ട് ടീച്ചേഴ്സുണ്ട്, ക്രാഫ്റ്റ് ടീച്ചേഴ്സുണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചേഴ്സുണ്ട്. എന്തുകൊണ്ട് ഒരു മെൻ്റൽ ഹെൽത്ത് കൗൺസിലർ നമുക്ക് ഓരോ സ്കൂളിലും വെച്ചുകൂടാ? സർക്കാർ സ്കൂളുകളിലായാലും പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഇന്നത്തെ കാലത്ത് കുട്ടികളോട് സംഗതികൾ സംവദിക്കാനും പ്രശ്നങ്ങളുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ ആ പ്രശ്നങ്ങൾ നീക്കാനും അവരെ സഹായിക്കാൻ ഇന്ന് ഈ സമൂഹത്തിൽ മാനസിക ആരോഗ്യ കൗൺസിലർമാരുടെ ആവശ്യമുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, എണ്ണപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഡിസ്ട്രിക്ട് തലത്തിലും താലൂക്ക് തലത്തിലും അതുപോലെ അതിൽ കീഴ്പോട്ടും ഉള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ഒരു കൗൺസിലറിനെങ്കിലും നമുക്ക് വെച്ചൂടെ? സൈക്കാട്രിസ്റ്റ് ആണ് ശരിക്കും വേണ്ടത്, പക്ഷേ സൈക്കാട്രിസ്റ്റ് ഇല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിനെങ്കിലും വെക്കാനും അവർക്ക് അവിടെ വരുന്ന രോഗികളുമായിട്ടും എങ്കിലും സംവദിക്കാനും ഒരു സൗകര്യം ഒരുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓവറോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യം തീർത്തും പോരാ, നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള, ഞാൻ പറഞ്ഞ പോലെയുള്ള വയലൻസ് കൂടിക്കൂടി വരാനാണ് സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ വയലൻസ്, നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ 2-3 കേസുകളുടെ കാര്യമൊക്കെ പത്രത്തിൽ കണ്ടു. 12 പേരെ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ 5 പേരെ ശിക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു?
പൊളിറ്റിക്കൽ വയലൻസും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നേതൃത്വ നിര തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഇത് നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കാണുന്ന വയലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വയലൻസ് കണ്ടിട്ട് അതൊന്നും അല്ല എന്ന മട്ടിൽ നമ്മൾ ഒഴിഞ്ഞു പോകുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്താഗതി തന്നെ മാറിയിരിക്കുന്നു. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വയലൻസ്. പല സിനിമകളിലും ഒരു നല്ല അടി കാണാൻ അവസരമാണെന്നും പറഞ്ഞ് അടി നടക്കുന്നിടത്ത് പോയി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സിനിമകളിൽ കാണുന്നുണ്ട്. റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ടാകും ഇഷ്ടം പോലെ. അവർ അവിടെ നിന്ന് വയലൻസ് നടക്കുന്നിടത്ത് ഫോട്ടോ എടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഇടപെടാനോ രണ്ടു കൂട്ടരെയും മാറ്റി നിർത്താനോ ഒന്നും ആരും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ പോലീസുകാരെ ആക്രമിക്കുന്ന കേസുകൾ കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഇത് മതിയാക്കി എത്തിയുള്ളൂ. അതിനു വേണ്ട മുൻകൈ നമ്മൾ തന്നെ എടുക്കണം. വേറെ ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കുമെന്ന് കരുതിയിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നം എന്താണെന്നും ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ചും സംവാദങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താൻ പ്രേരകമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.